ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളെ പാസ്പോർട്ട് വന്നിട്ട് തക്താലിലൂടെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. അതും പോലീസ് വെരിഫിക്കേഷൻ ഇല്ലാതെ നമ്മളെ തക്താലിലൂടെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. അതും പോലീസ് വെരിഫിക്കേഷൻ ഇല്ലാതെ നമ്മളെ തക്താലിലൂടെ പാസ്പോർട്ട് എങ്ങനെയാ 3 to 5 ദിവസത്തിൽ എങ്ങനെ റെഡിയാക്കാൻ നമുക്കൊന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക പാസ്പോർട്ട് സേവ. സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഫസ്റ്റിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇതിനെ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് പാസ്പോർട്ട് തക്താലിന്റെ അപ്ലൈ ചെയ്യണം. ഈ പോർട്ടലിന്റെ അകത്ത് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമുക്ക് പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ വരുമ്പോൾ നമുക്ക് 2 ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഫസ്റ്റ് CPV ഡൽഹി, നെക്സ്റ്റ് പാസ്പോർട്ട് ഓഫീസ്. നമുക്കാണെങ്കിൽ ഈ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കണ്ട. ഇത് വന്നിട്ട് ഡിപ്ലോമാറ്റിക് ഓഫീസേഴ്സിന് മാത്രമേ ഉള്ളൂ ഈ ഓപ്ഷൻ. നമുക്ക് കൊടുക്കേണ്ട സെക്കൻഡ് ഓപ്ഷൻ പാസ്പോർട്ട് ഓഫീസ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ലിസ്റ്റ് എല്ലാം താഴോട്ട് കാണിക്കും. ഇവിടെ ഫസ്റ്റ് നമുക്ക് നമ്മളെ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളെ ഫുൾ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നമ്മളെ Gmail ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെ നമുക്ക് 2 ഓപ്ഷനുകൾ കാണാൻ പറ്റും, യെസ് ഓർ നോ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ കൊടുത്ത ഇമെയിൽ ID തന്നെ നിങ്ങൾക്ക് ലോഗിൻ IDയിലേക്ക് മാറ്റണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ യെസ് എന്ന് കൊടുക്കാം. യെസ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ താഴെ ഇമെയിൽ ID യൂസർ ID ആയിട്ട് മാറും. അതിനുശേഷം നമുക്ക് ചെക്ക് അവൈലബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ ഒരു ID വെച്ച് നിങ്ങൾക്ക് നേരത്തെ ഏതെങ്കിലും ID ഉണ്ടായിരുന്നോ ചെക്ക് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ മിനിമം നിങ്ങൾക്ക് പാസ്വേഡ് വന്നിട്ട് 8 ഡിജിറ്റിൽ ഉണ്ടാകണം. ടൈപ്പ് ചെയ്തതിനു ശേഷം സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ കൊടുത്ത ഇമെയിൽ IDയിൽ ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP നമുക്ക് ഇവിടെ കൊടുക്കണം. ഇവിടെ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്തതിനു ശേഷം കംപ്ലീറ്റ് സൈൻ അപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമ്മളെ അക്കൗണ്ട് വന്നിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ടു ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളെ ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ പോർട്ടലിന്റെ അകത്ത് ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അഥവാ നിങ്ങൾക്ക് പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ പറ്റും, ഫ്രഷ് പാസ്പോർട്ട് അതോ റീ ഇഷ്യൂ ഓഫ് പാസ്പോർട്ട്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം സ്കിപ്പ് ഫോർ നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് ടാപ്പിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ കുറെ സെലക്ഷൻ നമുക്ക് കാണിക്കുന്നുണ്ടാകും. ഇവിടെ നമുക്ക് ഫസ്റ്റ് ചോദിക്കുന്നത് നിങ്ങൾ അഥവാ പുതിയ പാസ്പോർട്ട് ഉണ്ടാക്കിയാണോ അതോ പഴയ പാസ്പോർട്ടിന് റിന്യൂവൽ ചെയ്യാണോ. സോ നമ്മളിവിടെ പുതിയ പാസ്പോർട്ട് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാണ്. സോ ഫ്രഷ് പാസ്പോർട്ട് കൊടുക്കാം. നെക്സ്റ്റ് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ. ഇവിടെയാണ് നമ്മൾ തക്താലിന്റെ പാസ്പോർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. തക്താലിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ 2 to 3 ദിവസത്തിൽ നമ്മളെ പാസ്പോർട്ട് നമ്മളെ കയ്യിൽ കിട്ടും. ഇനിയൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരാം. തക്താലിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ കുറെ ടേംസ് കണ്ടീഷൻ ഉണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കണം. അത് ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് പറയാം. അതിനുശേഷം താഴെ നമുക്ക് ടൈപ്പ് ഓഫ് പാസ്പോർട്ട് ബുക്ക്ലെറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അഥവാ നിങ്ങൾ വല്ലപ്പോൾ ഒരിക്കൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ 36 പേജസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങൾ എപ്പോഴും കൂടുതൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ 60 പേജസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് പേജ് വരുന്നതാണ് നിങ്ങളെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. ഫസ്റ്റ് ഇവിടെ നിങ്ങളെ പേര് കൊടുക്കണം, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ നിങ്ങളെ ഫസ്റ്റ് നെയിം ആൻഡ് മിഡിൽ നെയിം വന്നിട്ട് ഗിവൻ നെയിമിൽ കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ ലാസ്റ്റ് നെയിം അതോ ഇനിഷ്യൽ വന്നിട്ട് നിങ്ങളെ സർനെയിമിൽ കൊടുക്കുക. അതോ ചിലവർക്ക് സർനെയിം അതോ ലാസ്റ്റ് നെയിം ഒന്നും ഇല്ലെങ്കിൽ അവർ ആ കോളത്തിനെ ബ്ലാങ്ക് ആയിട്ട് വിടാം. നെക്സ്റ്റ് ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്ന് വെച്ചാൽ നേരത്തെ ഒരു പേരായിരുന്നു, ഇപ്പൊ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഇവിടെ യെസ് എന്ന് കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്റെ കേസിൽ നോ ആണ്. സോ ഞാൻ ഇവിടെ രണ്ടിലും നോ എന്ന് കൊടുത്തു. അതിനുശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇവിടെ സൈഡിൽ കാണുന്ന കാലണ്ടർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് നിങ്ങളെ ബർത്ത് പ്ലേസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എവിടെയാണോ ജനിച്ചത് ആ സ്ഥലത്തിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെറിറ്റൽ സ്റ്റേറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ മാരീഡ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ ചോദിക്കുന്നത് നിങ്ങളെ ബർത്ത് പ്ലേസ് വന്നിട്ട് ഇന്ത്യയുടെ പുറത്താണോ എന്ന്. ഇന്ത്യയുടെ പുറത്താണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എന്റെ കേസിൽ നോ ആണ്. സോ നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമ്മളെ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതാണ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ. ഇവിടെ നമ്മൾ ഇന്ത്യയിലാണ് ബർത്ത് ആയത്. സോ നമുക്ക് ബർത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം ഡോക്യുമെന്റ് ഡീറ്റെയിൽ ചോദിക്കും. ഇവിടെ അഥവാ നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അഥവാ നിങ്ങൾക്ക് വോട്ടർ ID കാർഡ് ഉണ്ടെങ്കിൽ വോട്ടർ ID നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനുശേഷം വരുന്നതാണ് എംപ്ലോയ്മെന്റ് ടൈപ്പ്. നിങ്ങൾ ഏതാണ് പണി ചെയ്യുന്നതാണോ എന്ന് വെച്ചാൽ നിങ്ങൾ നോട്ട് എംപ്ലോയിഡ് ആണോ അതോ ഗവൺമെന്റ് വർക്കർ ആണോ അതോ പ്രൈവറ്റ് വർക്കർ ആണോ അതോ സ്റ്റുഡന്റ് ആണോ അതോ സെൽഫ് എംപ്ലോയിഡ് ആണോ, നിങ്ങളത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ചോദിക്കുന്നത് നിങ്ങളെ പാരന്റ്സ് അഥവാ ഗവൺമെന്റ് സർവന്റ് ആണോ അതോ നിങ്ങളെ ഹസ്ബൻഡ് ഗവൺമെന്റ് സർവന്റ് ആണോ അതോ വൈഫ് ഗവൺമെന്റ് സർവന്റ് ആണെങ്കിൽ ഇവിടെ യെസ് എന്ന് കൊടുത്തിട്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. ഇത് വന്നിട്ട് എല്ലാവരുടെ കേസിൽ ആപ്ലിക്കബിൾ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നോ എന്ന് കൊടുക്കാം.
ഇനി നെക്സ്റ്റ് വരുന്നതാണ് നിങ്ങളെ ക്വാളിഫിക്കേഷനിൽ വരുമ്പോൾ 4 രീതിയിൽ കൊടുത്തിട്ടുണ്ടാകും. അഥവാ നിങ്ങളെ ക്വാളിഫിക്കേഷൻ കൊണ്ട് 7ാം ക്ലാസ്സിന്റെ താഴെയാണോ, അതോ 10ാം ക്ലാസ്സിന്റെ മുകളിലാണോ, 10 പാസ് ആണോ, അതോ 8th ക്ലാസ് ആണോ, 9th ക്ലാസ് ആണോ, അല്ലെങ്കിൽ നിങ്ങളെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ, ഗ്രാജുവേഷന് മുകളിലാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഏത് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് പാസ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ക്വാളിഫിക്കേഷൻ വേണം, അതും 10ാം ക്ലാസ് വേണം, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന്റെ മുകളിൽ ഉണ്ടാകണം. ഇങ്ങനത്തെ പാസ്പോർട്ടിൽ എന്താവുമെന്ന് വെച്ചാൽ നിങ്ങളെ പാസ്പോർട്ട് വന്നിട്ട് നോൺ ECR കാറ്റഗറിയിൽ വരും. എന്ന് വെച്ചാൽ നിങ്ങളെ പാസ്പോർട്ട് വന്നിട്ട് ഇമിഗ്രേഷൻ ക്ലിയറൻസ് റിക്വയർമെന്റ് അകത്ത് വരില്ല. അഥവാ നിങ്ങളെ ക്ലാസ് വന്നിട്ട് 10ാം ക്ലാസ്സിന്റെ താഴെയാണെങ്കിൽ അങ്ങനത്തെ കേസിൽ നിങ്ങളെ പാസ്പോർട്ട് വന്നിട്ട് റെഡിയാകും. പക്ഷെങ്കിൽ ഇങ്ങനത്തെ കേസിൽ നിങ്ങളെ പാസ്പോർട്ടിന്റെ ഫ്രണ്ടിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് റിക്വയർഡ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടാകും. ബാക്കി 2 പാസ്പോർട്ടിന്റെ അകത്ത് ഒരു ഡിഫറൻസും ഇല്ല, രണ്ടും സെയിം ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നോൺ ECR കാറ്റഗറി പാസ്പോർട്ട് എല്ലാം നല്ല പവർഫുൾ പാസ്പോർട്ട് എന്ന് പറയും. നെക്സ്റ്റ് നിങ്ങൾ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഇവിടെ കൊടുക്കണം. അതോ നിങ്ങളെ ബോഡിയിൽ ഏതെങ്കിലും ബ്ലാക്ക് മോളോ അതെങ്കിലും എന്തെങ്കിലും മാർക്കുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ കുഴപ്പമില്ല. നെക്സ്റ്റ് നിങ്ങളിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ അഗ്രി യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒരു ആപ്ലിക്കേഷന്റെ റെഫറൻസ് നമ്പർ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇവിടെ കൊടുക്കേണ്ട നമ്മളെ ഫാമിലി ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് നമ്മളെ അച്ഛന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഫസ്റ്റ് നെയിം ആൻഡ് സർനെയിം. അതേപോലെ അമ്മയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ആണ് ലീഗൽ ഗാർഡിയൻ. അഥവാ നിങ്ങളെ കേസിൽ ഇത് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്നതാണ് നമ്മൾ അഡ്രസ് ഡീറ്റെയിൽ ഇവിടെ കൊടുക്കണം. ഇവിടെ നിങ്ങളെ കറണ്ട് അഡ്രസ്, ഇപ്പൊ താമസിക്കുന്ന അഡ്രസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഫസ്റ്റിൽ തന്നെ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാകും നിങ്ങളെ അഡ്രസ് വന്നിട്ട് ഇന്ത്യയുടെ പുറത്താണോ എന്ന്. ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഹൗസ് നമ്പർ കൊടുക്കുക, വീട്ടിന്റെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിന്റെ പേര് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ വില്ലേജ് ആണോ, ടൗൺ ആണോ, സിറ്റി ആണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ പോലീസ് വെരിഫിക്കേഷൻ വന്നിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏതാണോ പോലീസ് സ്റ്റേഷൻ ഈ അഡ്രസ്സിലൂടെ വരുന്നത് ആ പോലീസ് സ്റ്റേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ ഇമെയിൽ ID കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ കാണിക്കണം നിങ്ങളെ പെർമനന്റ് അഡ്രസ് ഉണ്ടോ എന്ന്. ഈസ് പെർമനന്റ് അഡ്രസ് അവൈലബിൾ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഞാനിവിടെ യെസ് എന്ന് കൊടുത്തു. യെസ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇനിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അഥവാ പെർമനന്റ് അഡ്രസ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേറെ അഡ്രസ് ഇവിടെ കൊടുക്കാൻ പറ്റും. അഥവാ പെർമനന്റ് അഡ്രസ് ഉണ്ടെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങൾക്ക് വേറെ ഒരു അഡ്രസ് ഇല്ല, ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ് തന്നെ നമ്മളെ പെർമനന്റ് അഡ്രസ് ആണെങ്കിൽ ഇവിടെ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു അഡ്രസ്സും കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇവിടെ നമ്മൾ സെലക്ഷൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി അടുത്ത സെക്ഷൻ വരുന്നതാണ് നമ്മൾ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽ കൊടുക്കണം. എന്ന് വെച്ചാൽ നിങ്ങളെ ഫാമിലിയിൽ ആരെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽ ഇവിടെ കൊടുക്കാൻ പറ്റും. നിങ്ങളെ അനിയനാണോ അതോ നിങ്ങളെ അച്ഛൻ്റെ ആരെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽ ഇവിടെ കൊടുക്കാൻ പറ്റും, എമർജൻസി ഡീറ്റെയിൽ. അതേപോലെ ഇനിയൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ കൊടുക്കുന്ന ആളുടെ പേരും അവരെ ഫുൾ അഡ്രസ്സും ഒരേ ലൈനിൽ കൊടുക്കണം. അതിനുശേഷം അവരെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് ഇവിടെ നിങ്ങളെ കേസിലുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഞാൻ ഇതിന്റെ മുമ്പ് ഒരു പാസ്പോർട്ടും അപ്ലൈ ചെയ്തിട്ടില്ല, സോ ഞാനിവിടെ എല്ലാ ഓപ്ഷനിലും നോ നോ എന്ന് കൊടുത്തു. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളെ ഫ്രണ്ടിൽ കുറെ ക്വസ്റ്റ്യനുകൾ കാണിക്കുന്നുണ്ടാകും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇന്ത്യയിലകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ക്രിമിനൽ കേസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനുകളും കറക്റ്റായിട്ട് വായിച്ചിട്ട് കൊടുക്കുക. എൻ്റെ കേസിലൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് നോ നോ എന്ന് കൊടുത്തു പോകാം. അഥവാ എന്തെങ്കിലും കോർട്ടോ എന്തെങ്കിലും ക്രിമിനൽ കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് വായിച്ചിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോൾ കാണുമ്പോൾ നമ്മളെ പാസ്പോർട്ടിന്റെ ഫുൾ പ്രിവ്യൂ ഇവിടെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ റിയൽ ആയിട്ട് നമ്മളെ പാസ്പോർട്ടിനെ കാണുമ്പോൾ ഇതേപോലെ ഉണ്ടാകും. ഇവിടെ കാണിച്ചിട്ടുള്ളതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളെ പേര്, അഡ്രസ്സ്, നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ നെക്സ്റ്റ് പേജിൽ കാണുമ്പോൾ നമ്മളെ അച്ഛൻ്റെ അമ്മയുടെ പേര് ഇവിടെ വന്നിട്ടുണ്ടാകും. എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ ഐ അഗ്രി ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റുകൾ കൊടുക്കാൻ പോകുന്ന ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇവിടെ നമുക്ക് ഓരോ ഡോക്യുമെന്റ് പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് പ്രൂഫ് ഓഫ് ബർത്ത് കൊടുക്കണം. സെലക്ട് ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്സിൽ കാണാൻ പറ്റും ഡോക്യുമെന്റുകൾ. ഇവിടെ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റും, പാൻ കാർഡ് കൊടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നോ അതിൽ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകണം. അതിനുശേഷം നിങ്ങൾ അഡ്രസ് പ്രൂഫ് ഇവിടെ കൊടുക്കണം. ഇവിടെ സെലക്ട് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് ഇവിടെ ഷോ ആകും. ഇതിൽ കാണിക്കുന്ന ഏത് ഡോക്യുമെന്റ് നിങ്ങളിലുണ്ടോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആധാർ കാർഡ് കൊടുക്കാൻ പറ്റും, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഇലക്ട്രിക് ബിൽ അല്ലെങ്കിൽ റേഷൻ കാർഡ് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഇവിടെ കൊടുക്കണം. ഇവിടെ എൻ്റെ ആധാർ കാർഡ് ഉണ്ട്, സോ ഞാൻ ആധാർ കാർഡ് ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ഐ അഗ്രി ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ ഏത് സ്ഥലത്തിനാണ് ഈ ഫോം ഫില്ല് ചെയ്യുന്നോ ആ സ്ഥലത്തിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ഡോക്യുമെന്റ് എല്ലാം ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രിവ്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ഇതുവരെ ഡോക്യുമെന്റുകൾ ഫില്ല് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിച്ചിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾ ഒരിക്കൽ കൂടെ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോ എല്ലാം കൊടുത്തിരിക്കുന്നത്, എന്തെങ്കിലും ഡീറ്റെയിൽസ് മിസ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്ക് ക്ലോസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലോസ് ചെയ്ത ശേഷം നെക്സ്റ്റ് നമുക്ക് സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ടിലെ ആപ്ലിക്കേഷന്റെ ARN നമ്പർ കാണിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ARN നമ്പർ വന്നിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനുശേഷം നമുക്ക് ഇനി ഫീസ് പേയ്മെന്റ് ചെയ്യണം. അപ്പോൾ പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിൽ PSKയുടെ ലിസ്റ്റ് കാണിക്കുന്നുണ്ടാകും. PSK എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് സേവാ കേന്ദ്ര. അതിനുശേഷം സൈഡിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഡേറ്റുകൾ കാണാൻ പറ്റും, ഏത് ദിവസം ഏത് സ്ഥലത്തിലാണ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ രീതിയിൽ ഏത് സ്ഥലത്തിലാണ് അപ്പോയിന്റ്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ PO PSK എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഈ ഓപ്ഷനുകൾ എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. വലിയ പോസ്റ്റ് ഓഫീസ് ഗവൺമെന്റുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾ അവിടെ പോയിട്ടും വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഏത് പാസ്പോർട്ട് കേന്ദ്ര ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നോ അതിന്റെ ഫുൾ അഡ്രസ് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ കൂടെ നിങ്ങൾക്ക് താഴെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് കാണിക്കുന്നുണ്ടാകും, ഏത് ദിവസമാണ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അഥവാ നിങ്ങൾക്ക് ഈ ഡേറ്റ് വേണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ കാണുന്ന കാലണ്ടർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ ഗ്രീൻ കളറിൽ കാണുന്ന ഡേറ്റ് മാത്രം തന്നെ കൊടുക്കണം. നെക്സ്റ്റ് നമുക്ക് മേക്ക് പേയ്മെന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഓക്കെ എന്ന് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പേ നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതേപോലെ നമ്മളിവിടെ കാണുമ്പോൾ 3500 രൂപ പേയ്മെന്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ തക്താലിലാണ് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് പേ നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ടൈപ്സിൽ പേയ്മെന്റ് ഓപ്ഷനുകൾ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും, ഡെബിറ്റ് കാർഡിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും, UPIയിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ UPI ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ UPI ID കൊടുത്ത് പേയ്മെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് QR കോഡിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ QR കോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കൺഫേം എന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ ഇവിടെ QR കോഡ് കാണാൻ പറ്റും. QR കോഡിലൂടെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമ്മളെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളെ പേയ്മെന്റ്. ഈ പേജ് വന്നിട്ട് ഓട്ടോമാറ്റിക് റീഡയറക്റ്റ് ആയി ഈ പേജിലേക്ക് വരും. അതിന്റെ ഇടയിൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല, ബാക്ക് ഒന്നും അടിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നെറ്റ് ഇഷ്യൂ ആകുമ്പോൾ കുറച്ച് ടൈം ആകും. ഇപ്പൊ നമ്മൾ പ്രിന്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിന് നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. ഇവിടെ കാണുന്ന ഈ ഒരു ഫോം വന്നിട്ട് നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. അതിനുശേഷം ഈ പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്ര ഓഫീസിൽ കൊണ്ടുപോകണം. അതേപോലെ ഞാൻ ഇനിയൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ നോർമൽ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡോക്യുമെന്റുകൾ കൊടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ നിങ്ങൾ തക്താല് ബുക്ക് ചെയ്യുകയാണെങ്കിൽ തക്താലിലെ ഡോക്യുമെന്റുകൾ വന്നിട്ട് കറക്റ്റ് ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അതേപോലെ ഡോക്യുമെന്റുകൾ നമുക്ക് എക്സ്ട്രാ ചോദിക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ എക്സ്ട്രാ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർടേക്കിംഗ് ഫോർ തക്താൽ സ്കീമിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ഫോമിന് നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. ഇവിടെ ഫസ്റ്റ് എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഫ്രഷ് പാസ്പോർട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് ചെയ്യണം. അതിനുശേഷം സിഗ്നേച്ചറും ചെയ്യണം. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെന്റ് കൊടുക്കാൻ പോകുന്നോ ഈ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇവിടെ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഈ നോർമൽ നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് കൊടുക്കണം. അതിന്റെ കൂടെ ഒരു അഡ്രസ് പ്രൂഫും കൊടുക്കേണ്ടി വരും. അതേപോലെ നിങ്ങൾക്ക് ECR കാറ്റഗറി എന്ന് വെച്ചാൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് റിക്വയർഡ് കാറ്റഗറിയിൽ വരാതെ നോൺ ECR കാറ്റഗറിയിൽ വരാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് അതിന്റെ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുക്കേണ്ടി വരും, മാർക്ക് ഷീറ്റുകൾ. അപ്പോൾ നമ്മളിവിടെ തക്താൽ പാസ്പോർട്ടിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മുകളിൽ അനക്സ്റ്ററിൽ കാണാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ ആരെങ്കിലും വയസ്സ് വന്നിട്ട് 18 ഇയേഴ്സിന്റെ മുകളിലാണെങ്കിൽ 18 വയസ്സിന്റെ മുകളിലാണെങ്കിൽ അപ്പോൾ ഇവിടെ സെക്ഷൻസ് കാണിച്ചിട്ടുണ്ടാകും. ഇവിടെ നമുക്ക് ഒരു 3 ഡോക്യുമെന്റുകൾ കൊടുക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് 13 രീതിയിൽ ഡോക്യുമെന്റുകൾ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് 3 ഡോക്യുമെന്റ് മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് താഴെ ഒരു സെക്ഷൻ B കാണാൻ പറ്റും. അഡ്രസ് പ്രൂഫിന്റെ സെക്ഷൻ വന്നിട്ട് ഡിഫറെന്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഡ്രസ് പ്രൂഫ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ പാസ്പോർട്ട് വന്നിട്ട് നോൺ ECR കാറ്റഗറിയിൽ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹൈസ്കൂളിന്റെ മാർക്ക് ഷീറ്റുകൾ ഇവിടെ കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിൽ നിന്ന് ഏതൊക്കെ ഡോക്യുമെന്റുകൾ നിങ്ങളിലുണ്ടോ അത് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് ഡേറ്റിൽ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റുകൾ കൂടെ കൊണ്ടുപോകണം. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ് എല്ലാം അവിടെ പോയിട്ട് സ്കാൻ ചെയ്യണം. നിങ്ങളുടെ ഡോക്യുമെന്റ് എല്ലാം ഗവൺമെന്റ് സൈഡിൽ നിന്ന് സ്കാൻ ചെയ്യും. അതിനുശേഷം നിങ്ങളെ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് എല്ലാം അവിടെ എടുക്കും.
അതിനുശേഷം നിങ്ങൾ ലൈവ് ഫോട്ടോ അവിടെ ക്ലിക്ക് ചെയ്യും DSLRലൂടെ. അതിനുശേഷമാണ് നിങ്ങളെ ഫയൽ വന്നിട്ട് കൺഫേം ആകുന്നത്. അതേപോലെ നിങ്ങൾ തക്താലിലൂടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷൻ ഫസ്റ്റ് നടക്കൂല. അതിന് മുമ്പ് നിങ്ങളെ പാസ്പോർട്ട് വന്നിട്ട് റെഡിയായി കിട്ടും. അതേപോലെ ഒരുപാട് പേര് വിചാരിക്കുന്നു തക്താലിലൂടെ ക്രിയേറ്റ് ചെയ്താൽ അവർക്ക് പോലീസ് വെരിഫിക്കേഷൻ നടക്കൂലായിരിക്കാം. ഈ കേസിൽ നിങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകും. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ പാസ്പോർട്ട് വന്നിട്ട് ക്രിയേറ്റ് ആയി നിങ്ങളെ വീട്ടിൽ വന്ന് എത്തും. അതിനുശേഷമാണ് നിങ്ങളെ പോലീസ് വെരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ പാസ്പോർട്ട് വന്നിട്ട് തക്താലിലൂടെ ക്രിയേറ്റ് ചെയ്ത് എന്താ ബെനിഫിറ്റ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഈ തക്താലിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്പോർട്ട് എല്ലാം 3 to 5 ഡേയ്സിൽ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് ചേരും. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഫോറിനിൽ പോകാൻ വേണ്ടിയിട്ട് വിസ എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പാസ്പോർട്ട് ബെനിഫിറ്റ് ആയിരിക്കും. പക്ഷെങ്കിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ, നിങ്ങൾ അബ്രോഡ് പോകുമ്പോൾ നിങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷൻ മസ്റ്റ് ആണ്. സോ തക്താലിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാൻ. ബൈ.